പെർഫോം ചെയ്യുക. താങ്ക് യു സലീഷ് ചേട്ടാ ഇവിടെ വന്ന് രശ്മീനെ സപ്പോർട്ട് ചെയ്തതിൽ. താങ്ക് യു. അടുത്ത പെർഫോമൻസിനായി ദീപ് ഒരുങ്ങിയിരിക്കുകയാണ് ടു സിംഗ് ഇൻ ദ ഡുവറ്റ് സോങ്സ് റൗണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് വി ഹാവ് ടു വെയിറ്റ് ഫോർ എ വെരി ഷോർട്ട് വൈൽ. സോ സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാറിലേക്ക് വീണ്ടും സ്വാഗതം. ദീപു ഡുവറ്റ് സോങ്സ് റൗണ്ടുമായി നല്ലൊരു പാർട്ട്ണറുമായി ഒരുങ്ങിയിരിക്കുകയാണ് പാടാനായിട്ട്. സോ ലെറ്റ്സ് വെൽക്കം ദീപു ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഞങ്ങൾ പാടാൻ പോകുന്നത് ഇരുവർ എന്ന മൂവിയിലെ നറുമുകയെ എന്ന സോങ്ങാണ്. എ ആർ റഹ്മാൻ സാറിൻ്റെ കോമ്പോസിഷനിൽ ഉണ്ണികൃഷ്ണൻ സാറും ബോംബെ ജയശ്രീയുമാണ് പാടിയിരിക്കുന്നത്. നല്ലൊരു സോങ്ങാണ്. ഞങ്ങൾ നന്നായിട്ട് പാടാൻ ശ്രമിക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. நறுமுகையே நீ ஒரு நாடிகனில்லாய், செங்கனி பூரிகவாய் திறந்து நீ ஒரு திருமொழி சொல்லாய். அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா. அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா. திருமகனே திருமகனே நீ ஒரு நாடகை பாராய், எண்ணில புறவியில் வந்தவனே வேர்விழி மொழிகள் கேளாய். அற்றை திங்களன் நிலவில் பற்றி தரள நீர்வடியில் கொற்ற பொய்கையாடியவள் நீயா. அற்றை திங்களன் நிலவில் கொற்ற பொய்கையாடியவள் நெற்றி தரள நீர்வடியில் நீயா. மங்கை மான்விழி அம்புகள் என் மார்துளைத்ததென்ன, மங்கை மான்விழி அம்புகள் என் மார்துளைத்ததென்ன. பாண்டி நாடனை கண்டு என்னுடல் பசனை கொண்டதென்ன, நிலாவிலே பார்த்த வண்ணம் கனாவிலே தோன்றும் இன்னும், நிலாவிலே பார்த்த வண்ணம் கனவிலே தோன்றும் இன்னும். இளைத்தேன் துடித்தேன் பொறுக்கவில்லை, இடையில் மேகலை இருக்கவில்லை. நறுமுகையே நறுமுகையே நீ ஒரு நாழிகனில்லாய், செங்கனி பூரிகவாய் திறந்து நீ ஒரு திருமொழி சொல்லாய். அற்றை திங்களன் நிலவில் கொற்ற பொய்கையாடியவள் நெற்றி தரள நீர்வடியில் நீயா. அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா.
உறவு சேர்ந்ததென்ன ஒரே ஒரு தீண்டல் செய்தாய் உயிர் கொடி போனதென்ன ஒரே ஒரு தீண்டல் செய்தாய் உயிர் கொடி போனதென்ன செம்புலம் சேர்ந்த நீர்த்துளி போல் அன்போடு நெஞ்சம் கலந்ததென்ன திருமகனே திருமகனே நீ ஒரு நாழிகை பாராய் வெண்ணில புறவையில் வந்தவனே வேர்விழி மொழிகள் கேளாய் அற்றை திங்களன் நிலவில் நெற்றித் தரள நீர் வழியா கொற்றப் பொய்கையாடியவள் நீயா அற்றி திங்களன் நிலவில் நெற்றித் தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா 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 ദീപു, ബിനാമി വളരെ സ്വീറ്റ് ആൻഡ് സൂതിങ് പെർഫോമൻസ് ആയിരുന്നു. ഡാൻസേഴ്സ് ഒക്കെ വന്നിട്ട് ആ ഒരു ഒത്തന്റിസിറ്റി കൊണ്ടുവന്നു ഈ പെർഫോമൻസ് കാണാൻ. കൂടെ വന്നിരിക്കുന്നത് ശ്രീകുട്ടിയാണ് അല്ലേ? ക്ലാസ്മേറ്റ് ഒക്കെയാണ്. അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. ശ്രീകുട്ടി, എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ദീപുവിന്റെ ഒപ്പം തന്നെ വന്ന് പാടാൻ പറ്റിയതിന്റെ ഈ എക്സ്പീരിയൻസ്? ആദ്യമേ തന്നെ വളരെ നന്ദി. ദീപു ഇങ്ങനെ ഒരു റൗണ്ട് വന്നപ്പോൾ എന്നെ തന്നെ ചൂസ് ചെയ്തതിന് അതിന് താങ്ക്സ്. പിന്നെ പിന്നെ ഒത്തിരി സന്തോഷം ഇതുപോലെ ഒരു വലിയ വേദിയിൽ വന്നിട്ട് എനിക്ക് പാടാൻ പറ്റിയതിൽ. എനിക്ക് കുറച്ച് സമയം ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് സമയം കിട്ടുള്ളൂ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിച്ചു നോക്കാം. ശരത് സർ. ദീപു സർ, നന്നായിരുന്നു. ദീപു താങ്ക് യു സർ. നല്ലൊരു സുഖമുണ്ടായിരുന്നു. നല്ലൊരു പാട്ട്, നല്ലൊരു സുഖമുള്ള പാട്ട്. ദീപു നന്നായി. ഇത് ആരാണ് പാടിയേക്കുന്നതൊക്കെ പറയും? ഉണ്ണികൃഷ്ണൻ സാറും ബോംബെ ജയശ്രീ. ആ, ഉണ്ണിയുടെ അടുത്ത് എനിക്കുള്ള ഒരു സ്നേഹമൊക്കെ കൊണ്ടായിരിക്കണം ഇത് കുറേയും കൂടെ നമുക്ക് ഇഷ്ടപ്പെടാൻ അതൊരു വഴിയാണ്. പിന്നെ ദീപുവിന് എന്ത് തോന്നി? സോഫ്റ്റായിട്ട് പാടി ദീപു. നീയൊക്കെ കുറച്ചും കൂടെ ചെറിയ കാന്താനെ കുറച്ചും കൂടെ മോറഫ് ആ ചെറിയ കേൾക്കുമ്പോഴാണ് അതിൻ്റെ സുഖം കേട്ടോ. അത് ശ്രദ്ധിച്ചോളുക. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ദീപുവിന് അല്ലേ? ഒട്ടും സമയമില്ലാത്ത ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? അത് ഫുള്ള് രാത്രിയൊക്കെ പഠിക്കാൻ തോന്നുന്നല്ലേ മോളെ? പറയൂ. എനിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് എനിക്ക് പഠിക്കാനേ പറ്റില്ല. ആകെപ്പാടെ പ്രശ്നമായി പോയി സാർ. പറയൂ, എനിക്ക് കേൾക്കട്ടെ, എനിക്കറിയണം. എന്ത് ക്ലാസ്? നിങ്ങളൊക്കെ ക്ലാസ് കട്ട് ചെയ്യുന്ന ആളുകളല്ലേ? നിങ്ങളെന്തിനാ ക്ലാസ്സിനെ പറ്റി പറയുന്നത്? പറയൂ പറയൂ. ശരി കുട്ടി, ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതുപോലെ ദീപു പ്രാക്ടീസ് ചെയ്ത പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദീപു എന്താ പഠിക്കുന്നില്ലേ? ദീപു അതാ ക്ലാസ് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകളല്ലേ അല്ലേ? ദീപു ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളൂ. അല്ല സാർ, അല്ല. വിസിറ്റിംഗ് പ്രൊഫസറാണോ? അങ്ങനെയല്ല. ഉടായിപ്പാണല്ലേ നീ? അല്ല സാർ. കൂട്ടുകാരി തന്നെ പറയാണല്ലോ, ഇങ്ങനെയുള്ള പാരകളെയാണോ കൂടെ പാടാൻ വിളിച്ചോണ്ട് വരുന്നത്? ശ്രീകുട്ടി സുഖമാണോ? സുഖമാണ് സാർ. ശ്രീകുട്ടി നന്നായിരുന്നു കേട്ടോ. ദീപു അവിടെ ഞെളിഞ്ഞ് കളിഞ്ഞ് നിന്നിട്ടാണ് ആ കുട്ടിക്ക് ലിറിക്കെല്ലാം തെറ്റിയത്. നേരെ നിൽക്കണ്ടേ മുണ്ടൊക്കെ കൊടുത്തിട്ട്? ദീപു ഇന്ന് എപ്പം ഫുൾ ടൈം മുണ്ടിലാണോ? ഇങ്ങനെ ആകെ ഞാൻ മുണ്ടുമില്ല. ദീപു കൊള്ളാം കേട്ടോ, മൊത്തത്തിൽ നല്ല ഐശ്വര്യമുണ്ട്. ഇതങ്ങ് സ്ഥിരമാക്കിക്കോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ദീപനെ കാണാൻ ഒരു ഐശ്വര്യമുണ്ട്. എല്ലാ സ്ഥലത്തും ഒരു ഇത് പ്രയോഗിക്കരുത്, നമുക്ക് വേറെ റൗണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കലന്ത തന്നെ ചരണത്തിൻ്റെ ഉണ്ട്, അത് കുറേയും കൂടെ അത് നന്നായിട്ടൊന്ന് പാടുമോ? അൻപോടെ നെഞ്ചം കലന്തതെന്ന കലന്തതെന്ന ശ്രുതി. ആ, അത് ശരിയാക്കാം. അത് പാടി വന്നപ്പോൾ അത് പോയതാ. പിന്നെ വേറെന്തുണ്ട്? വളരെ സോഫ്റ്റായിട്ട് പാടി ദീപു. എന്താണ് അങ്ങനെ തന്നെ പാടണമെന്ന് സോങ് അങ്ങനെ മൊത്തത്തിൽ കേട്ടപ്പോൾ അങ്ങനെ സോഫ്റ്റായിട്ട് പാടുന്നതാണ് ആണെന്ന് തോന്നി സാർ. ഉണ്ണിയുടെ സ്വഭാവം അതാണ്, വളരെ സോഫ്റ്റാണ്, പാവം മനുഷ്യൻ. എനിക്ക് ഉണ്ണിയെ കുറേ ഇഷ്ടമാണ് കേട്ടോ, ഉള്ള കാര്യം പറയാം.
അപ്പം ദീപു ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമായി ദീപു പാടിയത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അൽഫോൺസ് ചേട്ടാ? ദീപു ആൻഡ് ശ്രീകുട്ടി, നല്ല സോങ് സെലക്ഷൻ. ദീപുവിൻ്റെ വോയിസിന് അല്ലെങ്കിൽ ദീപുവിന് കുറച്ച് കംഫർട്ടബിളായിട്ട് പാടാൻ പറ്റിയൊരു പാട്ടായിരുന്നു. സോങ്ങിൻ്റെ കൂടെ തന്നെ ആ ഒരു കൊറിയോഗ്രാഫി കൂടി വന്നപ്പോൾ നല്ല രസമായിരുന്നു. നന്നായിട്ട് അവരും നന്നായിട്ട് കളിച്ചു. ഒരു ഓവറോൾ ഒരു നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. പാട്ടിലേക്ക് ശ്രദ്ധിക്കണോ ഡാൻസിലേക്ക് ശ്രദ്ധിക്കണോ ഇങ്ങനെയുള്ളൊരു ചിന്തയിലായിപ്പോയി. നന്നായിരുന്നു, രണ്ടും നന്നായിരുന്നു. ശ്രീകുട്ടി നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. പിന്നെ ദീപുവിൻ്റെയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കലർന്നതിൻ്റെ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലുള്ള. പിന്നെ കുറച്ചുകൂടി തുറക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങ് തീർച്ചയായിട്ടും എക്സ്പ്രഷൻ കൊടുക്കണം, എങ്കിൽ പോലും കുറച്ചും കൂടി ഒന്ന് തുറക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ എന്തായാലും വളരെ നന്നായി. നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരാൾ കൂടെ പാടാനായിട്ട് കിട്ടിയില്ല, അതൊരു നല്ലൊരു കാര്യം. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൺസ് ചേട്ടാ. മഹതി മാം? മൈ ലിറ്റിൽ ബ്രോ ദീപു. മാം. ഓ, ഇപ്പോഴാണ് ദീപു ഒന്ന് ദീപു ആയത്. നല്ല രസമായിരുന്നു ദീപു. താങ്ക് യു മാം. ആൻഡ് ശ്രീകുട്ടി നന്നായിട്ട് പാടി. താങ്ക് യു. വെരി സ്വീറ്റ് വോയിസ്, വെരി പ്ലസന്റ് വോയിസ്. ലിറിക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. മിഡ് നൈറ്റ് ഇരുന്ന് നന്നായിട്ട് പഠിച്ചല്ലേ പാട്ട്, ബട്ട് നന്നായി പാടി. ഓക്കെ ദീപു, എനിക്ക് ഓവറോൾ ഐ ജസ്റ്റ് ലവ്ഡ് യുവർ വോയിസ്. ഭയങ്കര സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. വെരി വെരി നൈസ്, വെരി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്. കുറച്ചും കൂടി ലൗഡർ ആവാമായിരുന്നു വേണമെങ്കിൽ, ബട്ട് ഇറ്റ് വാസ് ഓക്കെ വിത്ത് മീ. ഓക്കെ, നൈസ് പെർഫോമൻസ്. താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. ദീപുവിന്റെയും ശ്രീകുട്ടിയുടെയും ഈ പെർഫോമൻസിന് എത്ര മാർക്സ് കിട്ടും നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സർ? എന്താണ് ദീപു? സാർ തന്നാ മതി. അതേ ഉള്ളൂ, എന്നാലും പറഞ്ഞോളൂ. ശ്രീകുട്ടി പറയൂ. ശ്രീകുട്ടിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് മാർക്ക് പറയാൻ പറ്റുമോ? അതിനുള്ള സമയം കിട്ടുമോ? ഒറ്റ അടി അങ്ങ് വെച്ചോ. പറ കൊച്ചേ, ചുമ്മാതാ. എത്രയെന്ന് പറയൂ. നോക്കട്ടെ കൃത്യമായിട്ട് ശ്രീകുട്ടി പറയോ ഇല്ലയോ? 20. അയ്യടാ, എവിടുന്ന് കിട്ടി? കുറച്ചെങ്കിലും. എന്നാ 23. ഇല്ല, 28 പറ മോളെ. കാര്യം എൻ്റെ 25 വരെ ഉള്ളു മാർക്ക്. തുന്നടേ ഇത്, ഇവിടെയൊക്കെ മൂഡ് പോയി. പോട്ടെ, 22 മാർക്സ്. താങ്ക് യു സർ. 22 on 25. അൽഫോൺസ് ചേട്ടാ? 22 പ്ലസ് ശ്രീകുട്ടിയുടെ വക ഒരു 0.5 കൂടെ, 22.5. താങ്ക് യു സർ. 22.5 on 25. മഹതി മാം? എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞു. സോ 23. താങ്ക് യു. 23 on 25. അപ്പോൾ ടോട്ടൽ 67.5 on 75. നല്ല മാർക്കാണ്. സോ താങ്ക് യു ശ്രീകുട്ടി, ദീപുനെ വന്ന് സപ്പോർട്ട് ചെയ്തതും നല്ല മാർക്ക് വാങ്ങിക്കൊടുത്തതിൽ. ഓൾ ദി വെരി ബെസ്റ്റ് ദീപു. താങ്ക് യു വൺസ് അഗൈൻ ശ്രീകുട്ടി. അടുത്ത പെർഫോമൻസ് ഹിദിയുടേതാണ്. ബട്ട് ബിഫോർ ദാറ്റ് വി ഹാവ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. സോ സ്റ്റേ